നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. കഴിഞ്ഞ 2 ദിവസം കൊണ്ട് US മാർക്കറ്റ് ഏകദേശം 1300 പോയിന്റിൻ്റെ ഒരു ഫോളാണ് കണ്ടത്. ട്രംപിൻ്റെ താരിഫ് ഹൈക്ക് ഫിയർ US മാർക്കറ്റിൽ വലിയ തോതിൽ പോയിന്റുകളെല്ലാം തന്നെ ചോർന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു താരിഫ് ഹൈക്കിനെതിരെ റിട്ടാലിയേഷൻ താരിഫ് ഹൈക്കുകളെല്ലാം തന്നെ പ്രഖ്യാപിക്കുമെന്ന് മറ്റു രാജ്യങ്ങളും പറഞ്ഞു. ചൈന പറഞ്ഞു 15% അഡീഷണൽ ഏർപ്പെടുത്തുമെന്ന്. മെക്സിക്കൻ പ്രസിഡന്റ് പറഞ്ഞു. ഓൾറെഡി കാനഡ US ആയിട്ടുള്ള ബന്ധം, ഈ ഒരു ട്രേഡ് ബന്ധം എല്ലാം തന്നെ വളരെ വലിയ തോതിൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വൈറ്റ് ഹൗസ് ഇപ്പോൾ ഫൈറ്റ് ഹൗസായി മാറിയ ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റ് ഇടിയാനായിട്ട് ഒരു റീസൺ. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് ഈ മെക്സിക്കോ, കാനഡ ഈ ഒരു താരിഫ് ഹൈക്കുകളെല്ലാം തന്നെ പുതിയ ഒരു ട്രേഡ് എഗ്രിമെൻറ്റിലൂടെ ഇതിന് ഇളവുകൾ ഉണ്ടാകാം എന്നുള്ള ഒരു ന്യൂസിൻ്റെ പുറത്ത് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US ഫ്യൂച്ചർ ഏകദേശം 200 പോയിൻറ്റിൻ്റെ ഒരു അപ്പ് സൈഡിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഇന്നലെ US മാർക്കറ്റ് വലിയ തോതിൽ ഇടിഞ്ഞപ്പോൾ അതിനോടൊപ്പം തന്നെ ഗിഫ്റ്റ് നിഫ്റ്റിയും ഒരു 100 പോയിൻ്റ് ഇടിഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ആ ചോർന്നു പോയ 100 പോയിൻ്റ് തിരിച്ചു കയറി ഇന്നലത്തെ ക്ലോസിങ്ങിൽ അനുപാതികമായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. FIs സ്റ്റിൽ സെല്ലിംഗ് മോഡലാണ്. 3800 കോടി രൂപയുടെ സെല്ല് ഇതിന് നടത്തി. ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് ഇന്നലെ SBIനെ സിറ്റി ഗ്രൂപ്പ് അപ്ഗ്രേഡ് ചെയ്തു. SBI പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ICICI ബാങ്ക് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. HDFC ബാങ്ക് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. അപ്പോൾ ബാങ്കിങ് സെക്ടർ അല്ലെങ്കിൽ ഇൻഡെക്സ് ഹെവി വെയ്റ്റ് ബാങ്കിങ് സെക്ടർ, അതാണ് പ്രത്യേകത. ഇൻഡെക്സ് ഹെവി വെയ്റ്റ് ബാങ്കിങ് സെക്ടർ ഇന്നലെ പോയിന്റുകൾ എല്ലാം തന്നെ പോകാതെ വളരെയധികം ചെറുത്തുനിൽപ്പ് നൽകിയിട്ടുണ്ട്. പിന്നെ മിഡ് ക്യാപ്പിലെല്ലാം തന്നെ ചില കഴിഞ്ഞ ദിവസങ്ങളിൽ ഡിഫൻസ്, അപ്പോൾ അങ്ങനെ മാറി ഒരു ബൈയിങ് കാണുന്നുണ്ട്. സെല്ലിംഗ് പ്രഷർ ഉള്ളത് ഇപ്പോൾ IT സെക്ടറും ഓട്ടോ സെക്ടറുമാണ്. അപ്പോൾ ഇപ്പോൾ ടെസ്ല വരുന്ന ആ ഒരു ന്യൂസെല്ലാം തന്നെ ഓൾറെഡി കൺഫേംഡ് ആണ്. ബോംബെയിലെല്ലാം തന്നെ ഷോറൂംസെല്ലാം തന്നെ അവർ അക്യൂർ ചെയ്തു എന്നുള്ള ന്യൂസുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇതും പതിയെ ഡൈജസ്റ്റ് ആയേക്കാം ഇന്ത്യൻ ഓട്ടോമൊബൈൽ കമ്പനീസ്. കാരണം ഇനീഷ്യലി ഇങ്ങനെ ടെസ്ല ഇന്ത്യയിലേക്ക് വരും എന്നുള്ളത് നെഗറ്റീവായി വന്നു. വീണ്ടും നെഗറ്റീവായ ന്യൂസ് ഓൾറെഡി പിന്നെ ആളുകൾ അത് ഡൈജസ്റ്റ് ആവും. ഓക്കെ, എന്തായാലും വരാണ്, അപ്പോൾ അത് ഡൈജസ്റ്റ് ആയി. അതല്ലെങ്കിൽ വരുമെന്നുള്ള നെഗറ്റീവ് ന്യൂസ് ഓൾറെഡി റിഫ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ആ കാരണം കൊണ്ട് മാർക്കറ്റ് പൊതുവേ ഒരേ കാരണം കൊണ്ട് ഫോളോ ചെയ്യാറില്ല എന്നാണ് മാർക്കറ്റിലുള്ള പൊതുവായ ഒരു ധാരണ. അപ്പോൾ ഇനി നിഫ്റ്റി ഒരു 22,000 റേഞ്ചിലെല്ലാം തന്നെ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അത് അവിടെ തന്നെയാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് തന്നെ ഉള്ളത്. അപ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇനി ഇന്നത്തെ കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. അതിനു മുമ്പ് ഗ്ലോബൽ മാർക്കറ്റ് നമുക്ക് കാണാം. ഗ്ലോബൽ മാർക്കറ്റ് കാണാം. ഏറ്റവും താഴെ US VIX 4% സ്പൈക്ക്. അപ്പോൾ US VIX കഴിഞ്ഞ 2 ദിവസം കൊണ്ട് ഓൾമോസ്റ്റ് 20% സ്പൈക്ക്. നാസ്ഡാക്ക് കാണാം ഫ്ലാറ്റാണ്, 65 പോയിൻറ്റ് അഥവാ 0.35%. ഡോ കാണാം 1.55% ഡിവ്. FTSE UK മാർക്കറ്റ് കാണാം 1.27% ഡിവ്. ഫ്രാൻസ് മാർക്കറ്റ് 1.85% ഡിവ്. ഡാക്സ് കാണാം 3.34% ഡിവ്. ഡാക്സ് ജർമ്മൻ മാർക്കറ്റാണ്. അപ്പോൾ യൂറോപ്യൻ മാർക്കറ്റിൽ കനത്ത ഇടിവാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി നമുക്ക് ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഡോ ഫ്യൂച്ചർ ഓൾമോസ്റ്റ് മിഡിലായിട്ട് കാണാം. ഡോ ഫ്യൂച്ചർ 200 പോയിൻറ്റിൻ്റെ പ്ലസ്സിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ഏറ്റവും ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ ബിറ്റ്കോയിനിലും $3000 ഒരു ഉണർവ്. ബിറ്റ്കോയിനും $300 ബില്യൺ ബിറ്റ്കോയിൻ്റെയും വൈപ്പായിട്ട് ആയിപ്പോയിട്ടുള്ളത്. അപ്പോൾ ബിറ്റ്കോയിനിൽ ചെറിയ റിക്കവറി ഉണ്ട്. ഡോ ഫ്യൂച്ചറിലും ചെറിയ റിക്കവറി ഉണ്ട്. കാരണം ഈ താരിഫ് ഹൈക്കുകളിലെല്ലാം തന്നെ ഇളവുകൾ വരുത്തുമെന്നുള്ള ഒരു ന്യൂസാണ് ഇപ്പോൾ ഡോ ഫ്യൂച്ചർ പോസിറ്റീവ് ആവാൻ കാരണം. ഇനി ഇതുവഴി ഇന്ത്യൻ മാർക്കറ്റ് പോസിറ്റീവ് ആകുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. കാത്തിരുന്ന് തന്നെ കാണേണ്ടതായിട്ടുണ്ട്. ഇന്നത്തെ കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകൾ, ഇത് ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല, വാർത്തകൾ നോക്കുകയാണെങ്കിൽ ഈ നമ്മുടെ നിഫ്റ്റിയുടെ എല്ലാം തന്നെ എക്സ്പയറി വ്യാഴാഴ്ചയിൽ നിന്ന് അത് തിങ്കളാഴ്ചയിലേക്ക് മാറിയിട്ടുണ്ട്. ഏപ്രിൽ 4 മുതൽ അത് പ്രാവർത്തികമാകും. തിങ്കളാഴ്ചയിലേക്ക് മാറി എന്ന് പറയുമ്പോൾ ഓവർനൈറ്റ് പൊസിഷൻസ് എല്ലാം തന്നെ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച്, വെള്ളിയാഴ്ച ഹോൾഡ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് 2 ദിവസം കഴിഞ്ഞ് എന്തും സംഭവിക്കാം ഇപ്പോഴത്തെ അവസ്ഥയിൽ. തിങ്കളാഴ്ച ഒരു ക്രൂഷ്യലായി. മറ്റത് വ്യാഴാഴ്ച അറ്റ്ലീസ്റ്റ് അതിന് മുന്നുള്ള ദിവസങ്ങളെല്ലാം തന്നെ മാർക്കറ്റ് കണ്ടിന്യൂസ് ട്രേഡ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഒരു വലിയ വീക്കെൻഡാണ്. 2 ദിവസം ഗ്ലോബലി എന്ത് സംഭവിച്ചാലും അത് റിയാക്ട് ചെയ്യപ്പെടും. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഓവർനൈറ്റ് പൊസിഷൻസ് എല്ലാം തന്നെ കുറഞ്ഞേക്കാം. ഗ്രാസിം
ഇൻഡസ്ട്രീസ് കമ്പനി അവരുടെ പുതിയ മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ്, പെയിൻറ്റ് മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് അവർ അതിൽ നിന്നുള്ള കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ കമ്പനി ആരംഭിച്ചു. ബയോകോൺ കമ്പനി ഫാർമ കമ്പനിയാണ്. അവരുടെ പുതിയ മെഡിസിന് ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചു. പവർ ഗ്രിഡ് കമ്പനി ഒരു ഇൻ്റർസ്റ്റേറ്റ് ട്രാൻസ്മിഷൻ സിസ്റ്റം ഓർഡർ അവർക്ക് ലഭിച്ചതായിട്ട് കമ്പനി അറിയിച്ചു. GE വെർണാവ TD കമ്പനിക്ക് ഒരു പുതിയ ഓർഡർ പവർ ഗ്രിഡിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചു. 500 crores ഓർഡറാണ്. RVNL കമ്പനിക്ക് 729 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. JSW എനർജി കമ്പനി കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ KSK മഹാന്തി പവർ കമ്പനിയുടെ അക്വിസിഷൻ അംഗീകാരം കൊടുത്തു JSW എനർജിക്ക്. ONGC അവർ PTC എനർജിയുടെ പൂർണ്ണമായും സ്റ്റേക്ക് 925 കോടി രൂപക്ക് ONGC അക്വയർ ചെയ്തതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. വെൽസ്പൺ സ്പെഷ്യാലിറ്റി കമ്പനി 231 കോടി രൂപയുടെ ഓർഡർ അവർക്ക് 4050 ടൺ സ്റ്റെയിൻലെസ് സ്റ്റീൽ സീംലെസ് ബോർലെസ് പൈപ്പ് അവർ സപ്ലൈ ചെയ്യുന്നതിനുള്ള ഓർഡർ വെൽസ്പൺ സ്പെഷ്യാലിറ്റി കമ്പനിക്ക് ലഭിച്ചു. ആദാനി വിൽമർ കമ്പനി ഇവർ GD ഫുഡ് മാനുഫാക്ചറിങ് കമ്പനീനെ അക്വയർ ചെയ്തതായിട്ട് കമ്പനി അറിയിച്ചു. അപ്പോളോ ഹോസ്പിറ്റൽ കമ്പനി 250 കോടി രൂപ മുടക്കി ഓങ്കോളജി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ സെൻറ്റേഴ്സ് എല്ലാം തന്നെ ഇന്ത്യയിൽ ആരംഭിക്കാനായിട്ട് കമ്പനി തീരുമാനമെടുത്തിട്ടുണ്ടെന്നുള്ള ന്യൂസ് ഉണ്ട്. കോഫോർജ് കമ്പനി $1.56 ബില്യൺ മൾട്ടി ഇയർ എഗ്രിമെൻറ്റ് സബ്രീൻ കോർപ്പറേഷനായിട്ട് കമ്പനി സൈൻ ചെയ്തതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. ഡോക്ടർ റെഡ്ഡി ഫാർമ കമ്പനിയാണ്. ഡോക്ടർ റെഡ്ഡിയും ഇവർ അഹമ്മദാബാദ് ബേസ് ആയിട്ടുള്ള സെൻസോർ ഫാർമയായിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തതായിട്ടുള്ള ന്യൂസുകളാണ് ഇപ്പോൾ ഉള്ളത്. വൈകിട്ട് 7 മണിക്ക് മറ്റുള്ള ന്യൂസുകളായിട്ട് എത്താം. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു.